പാൻ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴണ്ടി വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഒന്ന് നല്ലവണ്ണം വഴണ്ടി വരാനായി നമുക്കത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും തക്കാളി വഴണ്ടി വരും. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും കുറച്ച് വെള്ളം ഒഴിച്ച് പാൻ മൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒന്നുകൂടി നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല തിള വന്ന് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുരുമുളക് പൊടിയും ഗരം മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കാം. നല്ല രുചിയാണ്. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കുന്നത്. വൈകിട്ട് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.